കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മാർച്ച് 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതിക്കുള്ളിൽ റേഷൻ കാർഡ് EKYC അപ്ഡേഷൻ അല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടയിൽ ചെന്ന് സിസ്റ്റത്തിൽ വിരലമർത്തിയാണ് EKYC അപ്ഡേഷൻ ചെയ്യുന്നത്. ഇതിനുവേണ്ടി റേഷൻ വ്യാപാരികൾക്ക് ബന്ധപ്പെട്ടവർ പരിശീലനം നൽകുന്നതാണ്. മരിച്ചുപോയവർ, വിദേശത്തുള്ളവർ എന്നിവരുടെ റേഷൻ അനധികൃതമായി വാങ്ങുന്നതിനാലും മുൻഗണനാ റേഷൻ കാർഡുള്ളവർ അതിന് അർഹരാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ ക്രമീകരണം. സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന അന്ത്യോദയ, അന്നയോജന, AAY മഞ്ഞ റേഷൻ കാർഡുകൾക്കും 36 ലക്ഷത്തോളം വരുന്ന പിങ്ക് റേഷൻ കാർഡുകാർക്കുമാണ് ഇപ്പോൾ EKYC അപ്ഡേഷൻ നടത്തുവാൻ പോകുന്നത്. റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും EKYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരംഗം EKYC അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ആ അംഗത്തിന്റെ വിഹിതം കട്ടായി പോകാൻ സാധ്യതയുണ്ട്. റേഷൻ കടകൾ കൂടാതെ റേഷൻ കാർഡ് മസ്റ്ററിംഗിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുന്നതാണ്. മാർച്ച് 15, 16, 17 തീയതികളിലായിരിക്കും EKYC അപ്ഡേഷൻ ക്യാമ്പുകൾ നടക്കുക. ഈ ക്യാമ്പുകളിൽ റേഷൻ കാർഡിലുള്ള വ്യക്തികൾ ആധാർ കാർഡുമായി ചെന്ന് KYC പൂർത്തിയാക്കാവുന്നതാണ്. അർഹതയുണ്ടായിട്ട് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിച്ച് നിരവധി പരാതികൾ നവകേരള സദസ്സിലും മറ്റുമായി സർക്കാരിന് ലഭിച്ചിരുന്നു. അർഹരായവരെ മുൻഗണനാ കാർഡിൽ ഉൾപ്പെടുത്തുവാനും അർഹതയില്ലാഞ്ഞിട്ടും മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ അവരുടെ റേഷൻ കാർഡ് തിരിച്ചു വാങ്ങി APL വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുമാണ് ഇത്തരമൊരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്.